പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തെ കുറിച്ച് ആമുഖമായി എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ കെ ജയപ്രകാശ് വിവരിക്കുകയുണ്ടായി. നാം ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു 15 വർഷം മുന്നോട്ട് പിന്നിലേക്ക് നാം പോകേണ്ടതുണ്ട്. 2010 മുതൽ അന്ന് ശ്രീ അലുപുരം സഖ്യയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി പൗരസമിതി മുൻകൈയെടുത്തുകൊണ്ട് കളമശ്ശേരിയുടെ വികസനത്തെ കുറിച്ച് ചർച്ച നടത്തുകയും അതിന്റെ ഭാഗമായി കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനെ പറ്റിയും ഇവിടെ ഈ റോഡിൽ ഇപ്പോൾ നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരത്തെ കുറിച്ചും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള റെയിൽവേ മേൽപ്പാലം ഈ വരുന്നത് അത് രണ്ടാക്കി അഡീഷണൽ 2 വണ്ടികൾ കൂടി പോകാൻ പറ്റുന്ന രൂപത്തിൽ അഡീഷണൽ പാലം പണിതുകൊണ്ട് ഇത്തരത്തിൽ വൺ വേ സിസ്റ്റം ഉണ്ടാക്കണമെന്ന് അന്ന് ഞങ്ങൾ ഉന്നയിച്ചതാണ്. മാത്രമല്ല അതിനുശേഷം 2015 ശ്രീ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ ഇവിടെ ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനോട് ഇവിടെ തറക്കല്ലിട്ടതിന് ശേഷം നടത്താതെ വന്നപ്പോൾ അന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ 2015 15 ദിവസം ജില്ലകൾ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ഒപ്പ് ശേഖരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ മെഡിക്കൽ കോളേജ്, അന്നത്തെ കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് ആയിരുന്നു, മെഡിക്കൽ കോളേജിന് ജില്ലാ ബാങ്ക് അന്ന് ഏതാണ്ട് 90 ലക്ഷത്തോളം രൂപ കൊടുത്തിരുന്നു. അത് സർക്കാർ നൽകിക്കൊണ്ട് അത് സർക്കാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അന്ന് ഈ സമരത്തിന്റെ ഭാഗമായാണ് അന്ന് മെഡിക്കൽ കോളേജിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരു സർജറി പോലും നടത്താനായി ഒരു പ്രസവത്തിന് വരുന്ന സ്ത്രീകളെ കൊണ്ടുപോകാൻ വീൽ ചെയറില്ലായിരുന്നു. ആ സമയത്ത് 5 ലക്ഷം രൂപ അന്ന് സംസ്ഥാന പ്രൊഡക്റ്റീവ് കൗൺസിലിന്റെ സെക്രട്ടറി ആയിരുന്ന ഞാൻ 2 ലക്ഷം രൂപ അവർ നൽകിയും 3 ലക്ഷം രൂപ വാൽക്കം നൽകിക്കൊണ്ടാണ് അന്ന് ആ മെഡിക്കൽ കോളേജ് അവിടെ സർജറി പോലും തുടങ്ങിയതെന്നാണ് യാഥാർത്ഥ്യം. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ക്യാൻസർ സെന്റർ തുടങ്ങുന്നതിനുള്ള പണി ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കളമശ്ശേരി പൗരസമിതി അന്ന് ഉന്നയിച്ച ആ കാര്യങ്ങൾ 15 വർഷത്തിന് ശേഷം അതിലെ ചിലത് മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഒരു വൺ വേ സിസ്റ്റം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയല്ലോ, പനി വന്നാൽ 2 പെനഡോൾ വാങ്ങിച്ച് തിന്നാൽ പനി മാറുമെന്ന് കരുതിയതുകൊണ്ട് മാത്രം പനി മാറില്ല. അസുഖത്തിന് ചികിത്സിച്ചേ പറ്റുള്ളൂ. ആ അസുഖത്തിന് ചികിത്സിക്കണമെങ്കിൽ ആദ്യം ഇവിടെ ഈ റെയിൽവേ മേൽപ്പാലവും അതുപോലെ ഈ റോഡിന്റെ 2 വശവും നിങ്ങൾക്കറിയേണ്ടത് 3 ഭാഗത്തു നിന്നുള്ള വണ്ടികളാണ് ഈ വരുന്നതെല്ലാം. അവസാനം 4ാമത്തെ വണ്ടികൾ ഈ സൈഡിൽ നിന്ന് കാക്കനാട് കൂടി വരുമ്പോൾ ഈ റോഡിൽ ഒരു 2 ലൈൻ മാത്രം പോരാ. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ 4 ഭാഗത്തു നിന്നും വരുന്ന വണ്ടികൾക്ക് പോകാൻ ഒരു 2 വരി പാത മാത്രം മതിയോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതിന് സർക്കാരിന്റെ തന്നെ പുറമ്പോക്ക് സ്ഥലമാണ് അതിന്റെ 2 സൈഡിൽ കിടക്കുന്നത്. ഒന്ന് ടയോട്ടയുടെ സൈഡിൽ, ഇപ്പുറത്ത് മൂലപ്പാടത്തിന്റെ സൈഡിൽ. ഈ 2 സൈഡും RCC കോൺക്രീറ്റ് കൊണ്ട് ഒരു വലിയ ചുമര് കെട്ടുകയാണെങ്കിൽ, ഒരു വാള് കെട്ടുകയാണെങ്കിൽ അഡീഷണലായി 2 പാതകൾ കൂടി, ലൈൻ കൂടി ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ 4 വരി പാതയായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ഇപ്പോ മൂലപ്പാടത്തുള്ളവർക്ക് പോകാൻ ഇതില്ലാത്തതുകൊണ്ട് ഒരു കോണി വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ MLA-യും മന്ത്രിയുമായിട്ട് കൂടി ഇത്തരത്തിൽ പണ്ട് 2010 ഞങ്ങൾ വിഭാവനം ചെയ്ത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്തുകൊണ്ട് വേഗെടുക്കുന്നതിന് വേണ്ടി ഒരു വൺ വേ സിസ്റ്റം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഈ പനി മാറില്ല. ഈ പനിക്ക് ചികിത്സിക്കേണ്ടതുണ്ട്. അത് ചികിത്സിക്കണമെങ്കിൽ ഈ റോഡ് 4 ലൈൻ ആക്കുകയും ഈ മേൽപ്പാലം വരികയും ചെയ്യണം. അല്ലാതെ അദാനിക്ക് കുട പിടിക്കുന്നതിന് വേണ്ടി, അദാനിക്ക് ഇവിടെ ഒരു പുതിയ സ്ഥാപനം വരുന്നതിന് വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത്, ഒരു വൺ വേ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. സമരം ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും വിഴിഞ്ഞത്ത് സമരം ചെയ്തവർ തന്നെ അവസാനം പിൽക്കാലത്ത് അദാനിക്ക് വേണ്ടി കൂടെ നിന്നുകൊണ്ട് അതിന് സഹായിക്കുന്ന അവസരം ഉണ്ടാക്കി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കാൻ നിൽക്കുന്നതല്ല ഇവിടെ ആവശ്യം.
ഇവിടെ ആവശ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ്. അത് പരിഹാരം കാണണമെങ്കിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കളമശ്ശേരിക്ക് സത്യത്തിൽ വൈറ്റ്ല ഹബ്ബ് പോലെ ഒരു ഹബ്ബ് കളമശ്ശേരി വരികയാണെങ്കിൽ, ഞങ്ങൾ പണ്ട് പറഞ്ഞതാണ്, ഇവിടെ നിന്ന് മെട്രോ സൗകര്യമുണ്ട്, ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ കഴിയും. അത്തരത്തിലൊരു ഹബ്ബ് ഇവിടെ പണിതാൽ വൈറ്റ്ലയും കളമശ്ശേരിയുമായി കണക്ട് ചെയ്താൽ മൂന്നാറിൽ നിന്ന് കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സുകളെല്ലാം ഇന്ന് സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം കളമശ്ശേരി ഹബ്ബിൽ വന്നാൽ ഇവിടെ നിന്ന് മെട്രോയിൽ പോകാൻ കഴിയും എന്നുള്ള സൗകര്യം കൂടിയുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് മുന്നോട്ട് വെച്ച ആ ആവശ്യങ്ങൾ, പൗരസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ഇവിടെ സർക്കാർ തയ്യാറുണ്ടോ? അതോ താൽക്കാലികമായി ഒരു പണിക്കുള്ള പെനഡോൾ നൽകി പേരെടുക്കാൻ ശ്രമിക്കുന്ന ഇതിൽ നിന്നും സർക്കാരും ഈ പറയുന്ന മന്ത്രിയും മാറിയില്ലെങ്കിൽ ഇതൊരു പ്രക്ഷോഭമായി മുന്നോട്ട് കൊണ്ടുപോകും. കളമശ്ശേരിക്ക് വികസനത്തിന് എന്തുകൊണ്ടാണ് കളമശ്ശേരി വികസനം എന്ന് പറയുന്നത്? ഇന്ന് ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇൻഡസ്ട്രിയും എല്ലാം കിടക്കുന്നത് ഈ കളമശ്ശേരി ചുറ്റുവട്ടത്തിലാണ്. കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് പോകാൻ പോലും ഇവിടെ നിന്നാണ് ഏറ്റവും എളുപ്പം. അങ്ങനെയിരിക്കെ എന്തുകൊണ്ട് ഒരു കളമശ്ശേരിയുടെ വികസനം നടപ്പാക്കാൻ കഴിഞ്ഞില്ല? 5 വർഷം തേക്കാൻ പോകുന്ന ഒരു മന്ത്രിയായിട്ട് കൂടി എംഎൽഎ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഇവിടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്നല്ലാതെ പണ്ട് പൗരസമിതി മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും എടുത്ത് പേരെടുക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ പോരാ. ഇവിടെ 2016 ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് വന്നപ്പോൾ അന്ന് PWD മിനിസ്റ്റർ ആയിരുന്ന സുധാകരന്റെ അടുത്ത് ഈ പറയുന്ന ആവശ്യങ്ങൾ നിരത്തിക്കൊണ്ട് ഈ പാലം ഇവിടെ അഡീഷണൽ പാലം പണിയണമെന്നും ഈ റോഡ് 4 വരി പാതയാക്കണമെന്നും അന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ലെറ്ററിന് ഇവിടെയുള്ള ചില പൗരസംഘടന ആളുകളായ നന്ദകുമാരുടെ നേതൃത്വത്തിലാണ് അന്ന് പോയത്. അത് കൊടുത്തിട്ടും ഇതുവരെ അതിന് പോലും പിന്നീട് യാതൊരു ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ എറണാകുളത്തിന്റെ വികസനം അനിവാര്യമാണ്. അത് നടക്കണമെങ്കിൽ കളമശ്ശേരിയുടെ വികസനത്തിലൂടെ മാത്രമേ നടക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അത് നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അന്ന് മുന്നോട്ട് വെച്ച ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടതുണ്ട്. അല്ലാതെ അദാനിക്ക് വണ്ടി കൊണ്ടുപോകാനും സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വൺ വേ സിസ്റ്റം മാത്രമല്ല ഇവിടെ ആവശ്യമെന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ സമരം ഇന്നോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.